അപ്പോൾ സ്റ്റോറി എല്ലാം ചെയ്ത് നല്ലോണം തളർന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു സംഗതി പെട്ടിട്ടുണ്ട്. ഫ്രീ വെറൈറ്റി ടീന്ന് മീൻസ് അതായത് IFFKയിൽ വരുന്ന ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ചായ കുടിക്കാം. എന്താണ് അതിന് പിന്നിലെ ചേതോവികാരം നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാലോ? ആണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ശരിക്കും എന്താണ് അതിന് പിന്നിലുള്ള ഒരു ചേതോവികാരം? എന്താണ്? ചില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓട്ടിസം ഡെവലപ്മെൻറ്റ് ഡിസോർഡറൊക്കെ ബാധിച്ച കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോപ്പ് നമ്മളിട്ട്, അതുപോലെ IFKയിൽ അവർക്കൊരു സ്ഥാനം കിട്ടുക എന്നുള്ളതാണ്. IFK പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ അവർക്ക് സിനിമ കാണാനും ആളുകളെ പരിചയപ്പെടാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ചായ തരാനായിട്ട് 2 ചുണക്കുട്ടികളുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. എന്താ പേര്? ആനന്ദ് MP. വിമൽ. ചേട്ടൻ 2 ചായ തരുമോ? ഏതൊക്കെ ചായ ഉള്ളേ? പൈനാപ്പിൾ ടീ. പൈനാപ്പിൾ ടീ. അപ്പോൾ ആനന്ദ് നമുക്ക് തന്നിരിക്കുന്നത് പൈനാപ്പിൾ ടീ ആണ്. പൈനാപ്പിൾ ടീ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ. അടിപൊളി ചായ ആണല്ലോ. അടിപൊളി ചായയാണോ? ആനന്ദ് വെബ് പേജ് എല്ലാം ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. ആനന്ദ് വെബ് പേജ് ഡെവലപ്പ് ചെയ്യോ? ടൈപ്പ് ചെയ്തു. എന്തിന്റെ വെബ് പേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബോഡി ടോക്ക് HTML സ്റ്റൈല്. ഒരു ചിൽഡ്രൻസ് ഹോം ആയിരുന്നു. ഇപ്പം അഡൾട്ടായിട്ടുള്ള 16 വയസ്സിന് ശേഷം സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ട്രെയിനിങ് സെൻ്ററാണ്. എന്തെങ്കിലും ഒരു ജോബ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവരവരുടെ കഴിവുകൾ നോക്കിയിട്ട് ഏത് ജോബിലേക്കാണ് പോകാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ്. 4 വർഷത്തോളം എടുത്തിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ജില്ലയിലെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് നിഷാദ്. ഇവിടെ ഉണ്ട്. നമ്മളൊരു 10 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 2 പേർക്ക് ഇപ്പോൾ തന്നെ ജോബ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കിട്ടി അവർക്ക് സ്വന്തമായിട്ട് ആ പേരൻസിന് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഈ കുട്ടികൾക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ജോബ് കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ കിട്ടാനായിട്ടുള്ളൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആഭരണ മേക്കിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങൾ, ടീഷർട്ട്, അത് അത്തരം ഉൽപ്പന്നങ്ങൾ ഈ കുട്ടികളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അമ്മ ഞങ്ങൾക്ക് ഈ ഒരു സൗകര്യം ചെയ്തു തന്നു. ഇവിടെ ഈ ഒരു സ്റ്റാള് ഫ്രീ ആയിട്ട് അമ്മയുടെ സ്റ്റാള് ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ പൈനാപ്പിൾ ടീ, ഗ്രേപ്പ് ടീ, അത്തരം ടീ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് വരികയും ഞങ്ങളുമായിട്ട് സംവദിക്കുകയും സാധിക്കുന്ന തരത്തിൽ ഡൊണേഷൻ നൽകുകയും അല്ലെങ്കിൽ ഈ ചില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് ഈ ഓട്ടിസ്റ്റിക്കും സമാനമായിട്ടുള്ള കുട്ടികൾക്കിടെ ഒരു ട്രെയിനിങ് സംഭവത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ്റിലും മറ്റും ഇതിലൊരു പ്രഷറൈസ് ചെയ്ത് ഇത്തരം സ്ഥാപനങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും കൂടി ഉപയോഗപ്രദമായ രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായി വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. മോഹമാനു ജന്മങ്ങൾ പുൽകുന്നി നാദനകു തൂതും തേടൂ ഇടവേഗം മണിമേഘം ഏതോ കാവ്യം കംസങ്ങൾ പാടുന്നതിയം നീഹരേ. ചേട്ടനൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ചിത്രം ആരാ പാടിയത്? സുജാത ശ്രീകുമാർ. പാതിര പുള്ളുണർന്നു പരമുല്ല കാടുണർന്നു പാൺമുളം കൂട്ടിലെ കാറ്റുണർന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം വിമലെ. ഓട്ടിസവും മറ്റു മാനസിക വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തോടു കൂടി ചില്ല എന്നൊരു സംഘടന, എന്നൊരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ശ്രീ രത്നകുമാർ അതിൻ്റെ ട്രഷററാണ്. ഞങ്ങൾ ഇത്തരം കുട്ടികളെ ഞങ്ങളെ പാർപ്പിക്കുന്ന ഒരിടമുണ്ട്, കരകുളം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഈ അമ്മയുടെ സ്പേസിൽ ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു സെയിലിന് ഒരു സ്പേസ് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടത്തുന്നതെന്ന് വെച്ചാൽ ഇത്തരം കുട്ടികളും പൊതുസമൂഹവുമായിട്ട് ഇടപഴകാനുള്ള, പൊതുസമൂഹം അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ആശയമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു ഇടം ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഇവരുണ്ടാക്കിയ സാധനങ്ങളാണ്, പ്രോഡക്റ്റുകളാണ്, ഉൽപ്പന്നങ്ങളാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പരിരക്ഷിക്കുക എന്നൊരു സൗജന്യമായിട്ടാണ് അതെ ഈ പരിശീലനവും.
19 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക. അത് സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പൊതുജനങ്ങളുടെ സപ്പോർട്ട് വേണം. അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പോസർ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ആൾക്കാരുടെ സഹകരണമുണ്ട്, കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, ഇതുപോലെ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് സ്വയം വരുമാനത്തിലൂടെ അവരുടെ ജീവിതം കഴിക്കാൻ പറ്റും. അവരെപ്പോഴും ഒരു ഫണ്ടിന് വേണ്ടി കാത്തിരിക്കാതെ സ്വന്തമായിട്ട് അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും മറ്റുള്ളവരുടെ സഹായത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നവും അത്ര ഒരു നല്ല ബ്രാൻഡ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനിയായിട്ട് അവരെ സംരക്ഷിക്കാനാണ് നമ്മുടെ തീരുമാനം. അടിപൊളി ചായ കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതെ നമ്മളിൽ ഒരാളായിട്ട് കണ്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ വലുത് വേറൊന്നുമില്ല. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ചായയായിരുന്നു. അതോടൊപ്പം തന്നെ ആനന്ദ് ഭയങ്കര ടാലൻറ്റഡ് ആണ്. ഏകദേശം 1000 പാട്ട് വരെ ആനന്ദിന് അറിയാം. വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ചില്ലയ്ക്കും അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്കും ആനന്ദിനുൾപ്പെടെ ആനന്ദിൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല ഇനിഷ്യേറ്റീവുകൾ വരട്ടെ, ഇവരും മുഖ്യധാരയിലേക്ക് വരട്ടെ. നമ്മളിലൊപ്പം നമ്മളിലൊരാളായി തന്നെ അടിപൊളിയായി ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ആനന്ദേ പോട്ടെ, ടാറ്റാ.